അപ്പോൾ നമ്മളിത് ഇവിടുന്ന് നേരെ അരുണാചൽ പ്രദേശ് പോയിക്കൊണ്ടിരുന്ന വഴി പിള്ളേർ പാക്കിന് പറയുന്ന തുപ്പാരി മറ്റേത് ഏത്തോ ഹണിയേ എങ്ങനെയുണ്ട്? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുറുക്കേണ്ടത് നീ മുറുക്കി അടിപൊളിയാ. അതെ, സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ ഓഫീസിലായിട്ടാണ് നമ്മൾ കിടന്നത്. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് കിടന്നുറങ്ങിയിട്ടില്ല. സ്റ്റാഫ് റൂമിനകത്ത് ഓഫീസിനകത്ത് ഇരിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ജോൺ ഭയ്യ. ഭയ്യ कैसा है? Yeah, all good, man. So भैया, I mean, it's like how many years you have started? നമ്മളിന്നലെ കിടന്ന ചിസുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ നാഗാലാൻഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിന്നലെ രാത്രിയായി. നമ്മളിപ്പം ലോങ് വേന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര രാത്രിയായി. അപ്പോൾ നമുക്ക് ജൂബിളിയേട്ടൻ്റെ ഒരു അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇവിടെ സ്കൂളൊക്കെ നടത്തുന്നത്, ഡേവിഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ. ആ സ്കൂളിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചത്. അതെ, സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ ഓഫീസിലായിട്ടാണ് നമ്മൾ കിടന്നത്. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് കിടന്നുറങ്ങിയിട്ടില്ല. സ്റ്റാഫ് റൂമിനകത്ത് ഓഫീസിനകത്ത് ഇരിക്കുന്നില്ല. ഇതാണ് ഓഫീസ് റൂം. സാറിൻ്റെ മാണി സാറിനാണ് പേര്. അപ്പോൾ മാണി സാറിൻ്റെ റൂം ഇത് ഓഫീസ് റൂം ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇന്നലെ കിടന്ന് ടെൻ്റൊന്നും അടിക്കേണ്ടി വന്നില്ല. അത്യാവശ്യം നല്ല നിലത്ത് ആ ഒരു ഷീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിടക്കാനൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. സുഖമായിട്ട് കിടന്നുറങ്ങി. ഫാനെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു രക്ഷയിലായിരുന്നു. ഇന്നലെ വന്നതിൽ ഏറ്റവും വൃത്തികെട്ട്, ഇത്ര നാൾ വണ്ടി ഓടിച്ചാൽ ഏറ്റവും വൃത്തികെട്ട റോഡ് ഞങ്ങൾ നാഗാലാൻഡിൽ ഈ ഒരു ലോങ് വേ റൂട്ടാണ്. രക്ഷയിലായിരുന്നു, മടുത്തുപോയി. വഴി ഫുള്ള് പോയി കിടക്കുവാണ്. തവിട് പൊടിയാണ്. ഇതിൻ്റെയൊക്കെ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങോട്ട് വന്ന് തേച്ച് തന്നെ 10-15 കൊല്ലം മുമ്പ് ടാറിങ് പൂർത്തിയാക്കാൻ ഗവൺമെന്റ് ഫണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നതായിരിക്കും. പിന്നെ ഒരു 40-54 കിലോമീറ്റർ ഫുള്ള് കട്ടണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊടിയും ഒന്നും പറയാനില്ല. എൻ്റെ അടുത്ത് ഇതുപോലെ വൃത്തിയായിട്ട് റോഡ് എൻ്റെ ഞാൻ ജന്മത്തിൽ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇന്ന് പോകുന്ന അരുണാചൽ റൂട്ടാണ്. തീൻസുക്കിയ പോകാനാണ് പ്ലാൻ. അതായത് ആസാമിൽ തന്നെ തീൻസുക്കി. ഇന്ന് മിക്കവാറും തീൻസുക്കിയ പിടിച്ചിട്ട് അവിടുന്ന് പിന്നെ പാസും കാര്യങ്ങളും നമുക്ക് ILP എടുക്കുന്നുണ്ട്. ILP ഇന്ന് ഞായറാഴ്ച ഉണ്ട്. ILP കിട്ടുമോ? നമ്മൾ ഓൺലൈനിൽ നോക്കി, ഓൺലൈനിൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്തായാലും പോകുമ്പോൾ ആ ബോർഡറിൻ്റെ അവിടുന്ന് ILP എടുക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കണേ. പിന്നെ സാർക്ക് സ്കൂളിൽ സ്റ്റേ സെറ്റ് ചെയ്യുന്ന സാറാണ്. സാറിനെ പരിചയപ്പെടാൻ സാറ് പേര് പറ. പേര്? എൻ്റെ പേര് MK മണി. നാട്ടിലെവിടെയാണ്? കോട്ടയം അല്ലേ? ഇവിടെ ഈ സ്കൂളില് എങ്ങനെയാണ്? ഞാൻ ഈ സ്കൂള് ലീസിന് എടുത്തേക്കോ അല്ലേ? 10 yearsന് എടുത്തിരിക്കുക. 10 years അല്ലേ? എന്നാ എടുത്തത്? ഇപ്പം 2019. എത്ര ക്ലാസ് വരെ ഉണ്ട് നമുക്കിവിടെ? LKG തൊട്ട് ക്ലാസ് 10 വരെ ഉണ്ടല്ലേ? അപ്പോൾ ഈ സ്കൂളിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് സാർ ഇങ്ങോട്ട് ഫസ്റ്റ് വന്ന ഒരു ഇവിടെ പറയുമ്പോൾ ഇവരുടെ ഭാഷ പറഞ്ഞാൽ കച്ചാ ബിൽഡിംഗ് എന്ന് പറയും. കച്ചാ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബാമ്പു കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് വാളുകളെല്ലാം ഉണ്ടായിരുന്നത്. മുകളിൽ CA ഷീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് റിനോവേറ്റ് ചെയ്ത് എടുത്തതാണ്. ഇപ്പം ഒരു ബിൽഡിംഗ് ഇപ്പോഴും റിനോവേറ്റ് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഒരു സാമാന്യ LKG തൊട്ട് 10 വരെ പോകാനുള്ള അക്കോമഡേഷൻ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്ന എൻ്റെ സ്കൂളിൻ്റെ പേര് ഡേവിഡ് സ്കൂൾ എന്നാണ്. 9 പേര് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നു, നാട്ടിൽ നിന്ന് വന്നു, നമ്മുടെ സ്കൂളിൽ വന്നു. സ്കൂളിലാണ് അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്തു. മോൺ ഡിഷിക്ക് പല സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തിട്ട് വരുന്നു. ഇനി ഇവിടെ നിന്ന് പ്രൊസീഡ് ചെയ്യുക അരുണാചൽ. ഓക്കെ, അന്നേരം വളരെ താങ്ക്സ്. പിന്നെ സാറ് നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? രാവിലെ സാറ് മേടിച്ചു തരാന്ന് പറഞ്ഞു. ഒരു കോമൺ ആയിട്ട് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അതൊക്കെ അല്ലേ കുറെ പേരെങ്കിലും അറിയും. അപ്പൊ ഒന്നുകൂടി താങ്ക്സ് പറയുന്നത്. അപ്പം ഇതാണ് സാറിന്റെ സ്കൂള്. UKG തൊട്ട് 10ാം ക്ലാസ് വരെ സ്കൂളിലുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുറത്തൊരു ഹോട്ടലിലോട്ട് പോകണം. സാറാണ് ഇന്നത്തെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്പോൺസർ ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ചെറിയ ക്ലാസ് റൂമാണ് ഇത്. ക്ലാസ് 4ൻ്റെ ക്ലാസ് റൂമാണ്. ഇങ്ങനെ 10ാം ക്ലാസ് വരെ ഉണ്ട്. ഓഫീസ് റൂം, സ്റ്റാഫ് റൂം, പിന്നെ സയൻസ് ലാബുണ്ട്, ലൈബ്രറി ഉണ്ട്, കമ്പ്യൂട്ടർ റൂമുണ്ട്. അപ്പം എല്ലാത്തിനും റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുഞ്ഞുകുട്ടിയുണ്ട്, കസരയുടെ താഴ്ത്തിട്ടടാ. പിന്നെ ബാക്കിലോട്ടും ക്ലാസ് റൂമുണ്ട്. ഈ ഒരു ഭാഗത്തോട്ടും ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ക്ലാസ് റൂമാണ്. ക്ലാസ് 7, 8, 9, 10 4 റൂമാണ് ഈ ഒരു ഏരിയയിലുള്ള. അപ്പോൾ കുട്ടികളൊക്കെ തന്നെ കുറവാണ്. ശരിക്കും ആ ഒരു കോവിഡ് വന്നുകൊണ്ട് തന്നെ കുട്ടികൾ പയ്യെ കുറഞ്ഞായിരുന്നു. പിന്നെ കോവിഡിന് ശേഷമാണ് ഇപ്പോൾ ഒന്ന് പയ്യെ കയറി തന്നെ. ഇപ്പോൾ എന്തായാലും കമ്മിങ് ഇയേഴ്സിൽ എന്തായാലും സാറിന് ഉറപ്പായിട്ടും കുറച്ച് കുട്ടികളും കിട്ടി. ഉറപ്പായിട്ട് ഒരു സ്കൂളൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നല്ല പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മളിവിടെ ടെൻസിങ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുന്നത്. നമ്മുടെ ആ ഒരു ബോർഡർ ഞാൻ പറഞ്ഞത് എവിടെയാണ്? ഇതിപ്പോൾ ആസാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആസാം നാഗാലാൻഡ് ബോർഡറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതേ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സാർ നമുക്ക് ഏതാണ്ടൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിനി പോവാണ്. നമ്മൾ മീട്ടാപ്പാൻ കഴിക്കാൻ പോകണം എല്ലാവരും. ഇവിടെ എന്തൊക്കെയാണ്, വെറ്റിലയിൽ ചുണ്ണാമ്പ് വെച്ചു, പിന്നെ ജീരമുട്ട ഇട്ടു, ഇത് അലുവയാണ്. ഇതെന്താണ് കേക്കായ ഭയ്യ? സുപ്പാരി, പാക്കിന് പറയുന്ന സുപ്പാരി, മറ്റേത് ഏതോ ഹണിയേ, ഹണിയല്ലേ? അങ്ങനെ കുറേ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എല്ലാവരും മധുരമുള്ള സാധനം. ഒരു ഏലക്ക വെച്ചിട്ടുണ്ട്, പിന്നെ പേരറിയാത്ത കുറേ എല്ലാം മധുര സാധനങ്ങളുണ്ട്. മധുരപ്പാൻ ഈ ഇലയാണ് ഏറ്റവും രുചി, അത് കോസ്റ്റ്ലി കേട്ടോ. ഓ ഒരെണ്ണത്തിന് 15 രൂപ എങ്കിൽ ഈ വെറ്റിലേക്ക് 10 രൂപയായിരുന്നു. അടയ്ക്കാണ്, അടയ്ക്ക ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് അടയ്ക്ക പൊടിച്ചിടുന്നുണ്ട്. വേറെ വലിയ വെറ്റിലൊക്കെ നമ്മൾ കാണുന്ന ഇത്ര ഉള്ള വലിപ്പമുള്ള അടയ്ക്കായിരിക്കും. മീട്ടാപ്പാൻ 10 പറയും. ഈ 10 വ്യത്യാസം കൊടുക്കും. നമ്മുടെ നാട്ടിൽ കിട്ടിയല്ല. ബംഗ്ലാദേശിൽ നടങ്ങുന്ന ബംഗ്ലാ പട്ടാന്ന് പറയും. അതൊക്കെ കയ്പാണ്. ഇതൊരു മീട്ടയാണ്. തുടങ്ങി കഴിക്കും വ്യത്യാസം വന്നാണ്. നമ്മുടെ നാട്ടിലെ ആ പട്ടാന്നുമല്ല. എന്നിട്ട് മൊത്തത്തിൽ വയറാ, വയലോട്ട് മൊത്തത്തിലിട്, വിഴുകുകയും ചെയ്യാം. ഇത് ഇറക്ക തുപ്പണ്ട, ഇത് ഇറക്കിയാൽ മതി. എങ്ങനെയുണ്ട്? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുറുക്കേണ്ട നീയാ, നീ മുറുക്കി അടിപൊളിയാ. ആ ചുവപ്പ് കളറ് ഇവിടെ കറക്റ്റ് ബംഗാളി ലുക്കാണ്. അപ്പൊ നമ്മളിത് ഇവിടുന്ന് നേരെ അരുണാചൽ പ്രദേശ് പോയിക്കൊണ്ടിരുന്ന വഴി പിള്ളേരെല്ലാം വണ്ടിക്ക് ചുറ്റും കൂടെയാണ്. आप लोग कहाँ से? आसाम. अभी क्या कर रहा है? यहाँ व्यू का फेस्टिवल चल रहा है। आपका नाम बोलिए. मोन्टू हजारिका। आपका बोलिए. अकरम बोलिए. അപ്പൊ ഇവരെല്ലാരും നമ്മളെ കണ്ടിട്ട് വന്നവരാണ്. ഒത്തിരി പിള്ളേരുണ്ട് ഇവിടെ. നമ്മൾ വണ്ടി ആദ്യം കൊണ്ട് നിർത്തി. ഇവിടെ ബീഹുവിന്റെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. പിള്ളേരെന്താ കോമ്പറ്റീഷൻ ആണ് പറഞ്ഞാൽ ഫുള്ള് പിള്ളേരാട്ടോ. ഇവമ്മലൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിള്ളേരെല്ലാം വന്ന് ഹെൽമെറ്റ് എല്ലാം ഊരാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് പിള്ളേരുടെ വൈബ് എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മൾ വന്നിരുന്നപ്പത്തിനും വട്ടം കൂടി. ഇപ്പൊ നിറച്ച ആളാടാ ഇവിടെ. ഇവിടെ ഒരുപാട് ആളാട്ടാ. ഓക്കെ ബൈ ബൈ. അപ്പോൾ നമ്മൾ അരുണാചൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അരുണാചൽ പോകുന്ന വഴിക്കുന്ന നൈറ്റ് ആയതുകൊണ്ട് നമ്മളിന്ന് ടെൻ്റ് അടിക്കാനായിട്ട് സ്പോട്ട് അപ്പോൾ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളറിഞ്ഞ് നമ്മൾ ഈ ജോൺസ് കിച്ചൻ്റെ ഈ ഒരു വേ പോകുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് ജോൺസ് കിച്ചണിലാണ് കിടക്കാൻ പോണേ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ജോൺ ബൈ ഒക്കെ ഉണ്ട്. നമുക്ക് ജോൺ ബൈനൊക്കെ മീറ്റ് ചെയ്യാം. പിന്നെ അപ്പം നമ്മൾ വീണ്ടും അകത്തോട്ട് കയറി. ഇന്ന് വൈകിട്ടത്തെ ഡിന്നർ നമുക്ക് ജോൺ ബൈ ആണ് സെറ്റ് ചെയ്തേക്കണത്. ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ്. ഫ്രൈഡ് റൈസിൻ്റെ അപ്പോൾ പോർക്കാണ്, ചിക്കനാണ്, എന്തുകൊണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഫുഡ് സെറ്റാണ്. നമുക്ക് രാവിലെ നമ്മുടെ സാറ് നമുക്ക് ഫുഡ് തന്നു, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത്. വൈകിട്ട് നമുക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തായിരിക്കുന്ന ടെൻ്റ് അടിച്ച് കിടക്കണം. വന്നിട്ട് രാവിലെ നമുക്ക് ജോൺ ബൈനെ മീറ്റ് ചെയ്യാം. ജോൺ ബൈ ഇപ്പം ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് പണിയും കാര്യങ്ങൾ തിരക്കിലാണ്. ജോൺ ബൈ നാളെ രാവിലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് വർത്താനം പറഞ്ഞ് മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ടെൻറ്റും കാര്യങ്ങളെല്ലാം അടിച്ച് സെറ്റാണ്. നമ്മൾ ജോൺസ് കിച്ചൻ്റെ ഫ്രണ്ടിലാണ് ഇന്ന് കിടക്കാൻ പോണത്. 2 ടെൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 2 പേര് വണ്ടിക്കകത്ത് കിടപ്പുണ്ട്, 4 പേര് അതിനകത്ത്, 3 പേര് അതിനകത്ത് കിടക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ ജോൺ ബൈനെ പരിചയപ്പെടാൻ പറ്റില്ല. ജോൺ ബൈ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ ജോൺ ബൈനെ പരിചയപ്പെടാം. പിന്നെ നമ്മൾ ഇന്ന് സംഭവങ്ങളെല്ലാം സെറ്റാക്കി. അവർ രാവിലെ ഇന്ന് തന്നെ കാസർഗോഡ് ജംഗിൾ പാർക്കിലോട്ട് സഫാരിക്ക് പോയതാണ്. അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും. കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇന്ന് തന്നെ അരുണാചലിലോട്ട് ടെസ്പൂർ പിടിച്ച് അത് കഴിഞ്ഞ് കുറച്ചുകൂടി ക്രോസ് ചെയ്ത് പോകാനാണ് പരിപാടി. നമുക്ക് ILP ഓൺലൈൻ വഴി എടുക്കാം. അതുപോലെ തന്നെ പിന്നെ അവിടെ ഒരു ഓഫീസിൽ എടുക്കാനാണ്. ആയിട്ട് ഇവിടുത്തെ മെയിൻ, അതായത് നോർത്ത് ഈസ്റ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റൈഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ നമ്മൾ ബെസ്റ്റ് റൈഡേഴ്സിൽ പെടുന്ന ഒരാളാണ് നമ്മുടെ ജോൺ ബയ്യ. ജോൺ ബയ്യയുടെ കഫേയാണ് നേരത്തെ കാണിച്ചു തന്നാണ്. നമുക്ക് ജോൺ ബയ്യനെ മീറ്റ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ജോൺ ബയ്യ. ബയ്യ कैसा है? Yeah, all good, man. So Bhaiya, I mean, it's like how many years you have started riding actually? I'm riding from 96. 96. Okay. अभी तो कितने जगह में चल गए? वो I have been done in 2014 Myanmar yeah. side, and then after that Bhutan, Nepal. Yeah, okay. पूरे इंडिया राइड कर रहे हैं? No, not in whole India, but I have to all notice complete. Yeah, okay. I mean, planning to go all over India in the gypsy ride. You are Not India, Northeast. Northeast. Northeast, yeah. Northeast. All the top, not the downside. Okay. Hillside. Full borders and? Yeah, all full border side. Okay. Bhaiya, it's so nice of you that you are welcome here to space and okay, thank you Bhaiya.
അപ്പം ഇതാണ് അദ്ദേഹം. 47 വയസ്സുണ്ട്. കണ്ടാൽ പറയില്ല, ആള് അടിപൊളിയാണ്, ഒരു ചെറിയ ഫ്രീക്കാണ്, കിടലിനാണ്. പുള്ളിനെ കണ്ട ഏജ് പോലും തോന്നിക്കത്തില്ല. പുള്ളിയുടെ ഈ ഒരു കഫേയാണ് റൈഡേഴ്സിന് ശരിക്കും ഇങ്ങോട്ട് വെൽക്കം ചെയ്യാണ് പുള്ളി. അതുമാതിരി ഒരു കഫേയാണ്. നമുക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കഫേ, അല്ലെങ്കിൽ ഏറ്റവും ഒരു ബെസ്റ്റ് എന്താണ് ഒരു റൈഡേഴ്സിൻ്റെ കഫേ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്പേസാണ്. രണ്ടനോട് രാവിലെ എന്തൊക്കെ കുറച്ച് തന്നെ നാഗ ആപ്പിൾ എന്ന് പറയും. ഓ, ട്രൈ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അവിടുന്ന് കിട്ടിയാണോ? അവിടുന്ന് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അല്ല, സാധാരണ ആപ്പിൾ അല്ല, ടേസ്റ്റ് എല്ലാം വ്യത്യാസമുണ്ട്. നാഗ ഡ്രൈ ആപ്പിൾ അല്ലേ? നാഗ ആപ്പിൾ നല്ല ഡ്രൈ. കഴിച്ച എങ്ങനെയുണ്ട്? അല്ല, ഞാൻ കഴിച്ച കൊടുത്തുമ്പോൾ അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് ചെറിയൊരു പുളിപ്പല്ലേ ഡ്രൈ ആണെങ്കിൽ? അത് ശരിക്കും കഴിച്ചാൽ ഭയങ്കര പുളിപ്പാ. മുളക് പൊടി ഓക്കെ, ചെറിയൊരു പുളിയുണ്ട്. ഉപ്പും മുളക് പൊടിക്കകത്ത് മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഓ,